ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിയും വൻപയറും കൂടി തോരൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്നും കാണുന്നൊരു തോരനാണല്ലോ വാഴപ്പിണ്ടി തോരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ വെക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളൊക്കെ വെക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ വാഴപ്പിണ്ടിയും ചെറുപയറും വെച്ച് വയ്ക്കാം, വൻപയറും വെച്ച് വയ്ക്കാം, വാഴപ്പിണ്ടി പ്രത്യേകം ഇട്ടൊക്കെ വെക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ തയ്യാറാക്കാം. അപ്പം ഞാനിന്ന് കുറച്ച് വൻപയറൊക്കെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. ചെറുപയറിട്ട് ഞാൻ വെക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ വൻപയർ ചേർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വാഴപ്പിണ്ടി ചിലർക്ക് അതിൻ്റെ മണമൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുപയറോ വൻപയറോ ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വൻപയറിട്ട് വെക്കാം, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യം കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഞാനിവിടെ 2 പിണ്ടി എടുത്തിട്ടുണ്ട്, 2 ചെറിയ പിണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. വട്ടത്തിൽ അരിഞ്ഞ് നൂല് കളഞ്ഞെടുക്കാം. ഞാനിവിടെ കുത്തി അരിഞ്ഞെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നൂലൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണം. കുഞ്ഞു കുഞ്ഞായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഒരു 50 ഗ്രാമോളം വൻപയർ ഞാൻ വെള്ളത്തിലിടുക, ഒന്ന് വേവിക്കാനായിട്ടാണ്. ഒരു മണിക്കൂർ ഒന്ന് കുതിർന്നാൽ മതി. അപ്പോൾ പിണ്ടിയൊക്കെ ഇവിടെ ഞാൻ അരിഞ്ഞെടുത്തു. അതുപോലെ നൂലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട്. ഇത്രയും നൂല് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഇരട്ടി വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഈ വൻപയർ ഒരു 3-4 വിസിൽ മതിയാവും. വൻപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ വൻപയറൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു രീതി വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് ഉഴുന്നൊക്കെ ഒന്ന് മൂത്തരം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനൊന്ന് കറയൊക്കെ പോകാനായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിരുന്ന വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ പയറിൻ്റെ കുറച്ച് ഈർപ്പത്തിലും പിന്നെ ആവിയിലൊക്കെ അങ്ങ് വെന്തോളൂ അത്. പിന്നെ അതിനകത്ത് കുറച്ച് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി. നമ്മൾ വൻപയർ കുറച്ച് ഉപ്പിട്ടിരുന്നു, അപ്പോൾ കുറച്ച് മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വൻപയറും പിണ്ടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇനി അരപ്പ് തയ്യാറാക്കാൻ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളകും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നിരത്തിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഞാൻ മൂടിയൊക്കെ തുറന്ന് ഇനി നമുക്കൊന്ന് നിരത്തി ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പും തോരനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയൊക്കെ നോക്കിയൊന്ന് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് കിട്ടാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ല. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.